സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള സയൻസിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട 60 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഏതാണ്? മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിലാണ്. വിസിലിന്റെ പേര് ഗാൾട്ടൺ വിസിൽ. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രയുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ടും നിലയ്ക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം. ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഭൂമിയിൽ നിന്നുമുള്ള പാലായന പ്രവേഗം. നിൽക്കാനൊരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ മാറ്റിത്തരാമെന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാണ്? നിൽക്കാനൊരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ മാറ്റിത്തരാമെന്ന് പ്രസ്താവിച്ച വ്യക്തി ആർക്കിമിഡിസ് ആണ്. ആർക്കിമിഡിസ്. പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ആംശിക സേചനം. ആംശിക സേചനം എന്താണ്? പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ആംശിക സേചനം എന്നാണ്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ് ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. 50 ഹെർട്സ്. ഫിലമെന്റ് ലാബിൽ ബാഷ്പീകരണം കുറയ്ക്കുവാനായി നിറയ്ക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഫിലമെന്റ് ലാബിൽ ബാഷ്പീകരണം കുറയ്ക്കുവാനായിട്ട് നിറയ്ക്കുന്ന വാതകങ്ങളാണ് ആർഗണും നൈട്രജനും. ആർഗൺ ആൻഡ് നൈട്രജൻ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാം ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ്? 3ാമത്തെ ചലന നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നതാണ് ന്യൂട്ടന്റെ 3ാം ചലന നിയമം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. പ്രകാശത്തിലെ വേഗത 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏതു മാധ്യമത്തിലാണ്? ശൂന്യതയിലാണ്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം എന്താണ്? ചുവന്ന പ്രകാശം പച്ച ഇലയുടെ നിറം കറുപ്പാണ്. കറുപ്പ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ് ആണ്. ഒരു ദൃശ്യാനുഭവം റെറ്റീനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണസ്ഥിരത. വീക്ഷണസ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡ് ആണ്. ഒരു ദൃശ്യാനുഭവം റെറ്റീനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നതാണ് വീക്ഷണസ്ഥിരത. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയിട്ട് പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രതിഫലനം എന്താണ്? മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ്?
ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ വഴിയിട്ട് വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്ന് പറയുന്നത് 0. പ്രകാശത്തിൻ്റെ വേഗം ആദ്യമായിട്ട് അളന്നത് റോമറാണ്. പ്രകാശത്തിൻ്റെ വേഗം ആദ്യമായിട്ട് അളന്നത് ആരാണ്? റോമർ. അടുത്ത ചോദ്യം, തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബദൂരമാണ് ഉന്നതി. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബദൂരം ഉന്നതി. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസാകുന്ന താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് 1918 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് 1918 നോബൽ നേടിയ ശാസ്ത്രജ്ഞനാണ് മാക്സ് പ്ലാങ്ക്. എന്തുമായിട്ട്? ക്വാണ്ടം സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് നോബൽ നേടിയ ശാസ്ത്രജ്ഞനാണ് മാക്സ് പ്ലാങ്ക്. ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരും. അപ്പോൾ ശാസ്ത്രജ്ഞന്റെ പേരും എന്താണ് കണ്ടുപിടിച്ചത്, വർഷം എന്നിവയെല്ലാം നോട്ട് ചെയ്ത് പ്രത്യേകം വെക്കുക. അടുത്ത ചോദ്യം, CT സ്കാൻ കണ്ടെത്തിയത് ആരാണ്? ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടെത്തിയത്. ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം അമ്മീറ്റർ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? അമ്മീറ്റർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. യുറേനിയം 235 സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. സമ്പുഷ്ട യുറേനിയം അല്ലെങ്കിൽ U-235. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. 1903 ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത്. ഏണസ്റ്റ് റൂദർഫോർഡ്. വയറുകളുടെ സഹായമില്ലാതെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് വിവര കൈമാറ്റം സാധ്യമാക്കുന്ന സംവിധാനമാണ് വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി. വയറുകളുടെ സഹായമില്ലാതെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് വിവര കൈമാറ്റം സാധ്യമാക്കുന്ന സംവിധാനമാണ് വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി. IC ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ജർമേനിയം, സിലിക്കൺ എന്നിവയാണ് IC ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ. ജർമേനിയം, സിലിക്കൺ. ക്ലോറിൻ വാതകം നിറച്ച ബൾബിന്റെ നിറം എന്താണ്? ക്ലോറിൻ വാതകം നിറച്ച ബൾബിന്റെ നിറം പച്ചയാണ്. സാധാരണ ടോർച്ച് സെല്ലിന്റെ വോൾട്ടത എത്രയാണ്? സാധാരണ ടോർച്ച് സെല്ലിന്റെ വോൾട്ടത 1.5 വോൾട്ട് ആണ്. 1.5 വോൾട്ട്. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിന്റെ നിറം പച്ച. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് കാഥോഡാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. ഏതാണ്? എർഗ് ആണ് ഊർജത്തിന്റെ CGS യൂണിറ്റ്. വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രമാക്കുന്ന പ്രവർത്തനം റെക്ടിഫിക്കേഷൻ. വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രമാക്കുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ. രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം ഡാഷ് ആകുന്നു. 4 മടങ്ങാക്കുന്നു. രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. വർത്തുള പാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്ര ബലം.
വർത്തുള പാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. ജലം. ടങ്സ്റ്റന്റെ ദ്രവണാങ്കം എത്ര? ടങ്സ്റ്റന്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. 3410 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റണിന്റെ ദ്രവണാങ്കം. 3410 ഡിഗ്രി സെൽഷ്യസ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നതിന് കാരണം. കത്തുന്ന ഒരു ബൾബിന്റെ താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ്. വികിരണം മൂലം. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഫാരൻഹീറ്റ്. തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ്. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലാണ് തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്നത്. -273.15 ഡിഗ്രി സെൽഷ്യസ്. കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണമായ സോണാറിന്റെ പൂർണ്ണരൂപം. കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാറിന്റെ പൂർണ്ണരൂപമാണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ തീവ്രത എത്ര? കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ തീവ്രത 10 ഡെസിബൽ ആണ്. 10 ഡെസിബൽ ആണ് കഷ്ടിച്ച് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിന്റെ തീവ്രത. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം. ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നതിനുള്ള കാരണം ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ ഹോളോഗ്രാം. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശ വികിരണം ഏതാണ്? അൾട്രാ വയലറ്റ് കിരണമാണ്. അൾട്രാ വയലറ്റ് കിരണമാണ് ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശ കിരണം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ. അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ചത്. അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ചത് 2015 അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? 2015. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ. ഒരു പ്രകാശ വർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? ഒരു പ്രകാശ വർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? 9.46 × 10⁻12 കിലോമീറ്റർ. 9.46 × 10⁻12 കിലോമീറ്റർ ആണ് ഒരു പ്രകാശ വർഷം എന്നത്. കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് ഏതാണ്? വെബർ. തുലനത്തെ ആസ്പദമാക്കിയ ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനം ദോലനമാണ്. തുലനത്തെ ആസ്പദമാക്കിയിട്ട് ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനം ഏതാണ്? ദോലനം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം ചലന ജഡത്വമാണ്. ചലന ജഡത്വം. അവസാനത്തെ ചോദ്യമാണ് ഈ ക്ലാസ്സിലെ. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്?
തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. 60 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എല്ലാം തന്നെ PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്